റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ആളുകളുടെ ബാക്കിൽ. അതായത് ഇന്നത്തെ വീഡിയോ നല്ല രീതിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോമ്പുകാലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വെച്ചിട്ട് നോമ്പൊക്കെ തുറക്കാറുണ്ട്. നമ്മൾ മാത്രം ഒരു നോമ്പ് തുറ നടത്താറുണ്ട്. പക്ഷേ അതുപോലത്തെ ഒരു നോമ്പ് തുറ ഇത്തവണ ചെയ്യാമെന്ന് നമ്മളൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വാച്ചാൽ എന്ന് പറയുന്ന അടിപൊളി ഒരു ഏരിയ ആയിട്ട് അടിപൊളി സ്ഥലമാണ്. അതായത് തോടും അതിൻ്റെ കുറച്ച് ഏരിയാസൊക്കെ കൂടിയ ഒരു അടിപൊളി സൈറ്റാണ്. അപ്പോൾ ഇവിടെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ നമ്മുടെ ഈ ഒരു ടൈമിൽ വല്ലാണ്ട് മഴയൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായി ആടിനെ വാങ്ങിക്കൊണ്ട് വന്നു. അതുപോലെ തന്നെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കണലെത്തി കഴിഞ്ഞപ്പോൾ കണൽ വെച്ച് അത് കത്തിച്ചത് മുതൽ പിന്നീട് ഫുള്ള് കോമഡി ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തോടുകൂടി നമ്മൾ ദാർപ്പായ കൊണ്ടുവന്നു, അതുപോലെ തന്നെ മുകളിൽ വെച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ആ ഒരു കോമഡി രംഗങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. ഏതായാലും നമ്മുടെ വീഡിയോ ഇപ്പോൾ പകുതിയായിട്ടുള്ളൂ. ഇൻട്രോ തുടക്കത്തിലല്ല പറയുന്നത്, ഏകദേശം ഒരു സെൻറ്റർ ആയ ടൈമിലാണ് നമ്മൾ ഇൻട്രോ പറയുന്നത്. അപ്പോൾ അത് അവിടെ അവർ കാര്യങ്ങളൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശമൊക്കെ കുറച്ചൊക്കെ വേഗമൊക്കെ ആയിട്ടുണ്ട്, പകുതിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഏതായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. നോമ്പ് തുറക്കാൻ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ എന്നല്ല, നമ്മുടെ ആ ഒരു ആട് ഫുള്ളായിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എന്താണ് ഇന്ന് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്റ്റാർട്ടിങ്, അതായത് തുടക്കം മുതൽ നമ്മൾ വീഡിയോ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയുടെ തുടക്കം മുതൽ കാണാം. അപ്പോൾ നമ്മുടെ 7 കിലോ ഉള്ള ഒരു ആടാട്ടത്. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചതാണ്, നന്നായിട്ട് കഴിക്കിയിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി കഴിക്കുക. അതായത് കുക്ക് ചെയ്യുന്നതിന് ഒരു പ്രാവശ്യം കൂടി കഴിയുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി കഴിക്കുക. സൗത്ത് കുറച്ച് വെള്ളം വരണം. വലിയ മൂപ്പൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ആടാട്ടോ. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിലൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ഒരു ഭാഗം ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഭാഗം ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇതിലേക്കുള്ള ഒരു മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി മസാല കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ മുളക് പൊടി, സാധാ മുളക് പൊടി. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി, കുറച്ച് എരിവ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറെല്ലാം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മുളക് പൊടി വേറെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലി പൗഡർ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പെപ്പർ, കുറച്ചും കൂടി എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം, പെരുംജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൈര്, പിന്നെ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഈ ഒരു മസാലയിലേക്കുള്ള അതല്ല, അതുകൊണ്ട് ഇത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മല്ലിച്ചപ്പ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ്, മഞ്ഞൾപ്പൊടി, പിന്നെ സോയാ സോസ് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല, എന്നാലും കുറച്ച് സോയാ സോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ കറക്റ്റ് ആ ഒരു പാകത്തിന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കളറൊന്നും ഉപയോഗിക്കുന്നില്ല. കളറിന് പകരമായിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് കാശ്മീരി മുളക് പൊടി വലിയ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇടാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി, സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, കൂടുതൽ എരിവ് എടുക്കുന്നില്ല. അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് വേണമെങ്കിലൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം പിന്നെ നോക്കാം. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വലിയ ജീരകം, അതായത് പെരുംജീരകം എന്ന് പറയുന്ന വലിയ ജീരകം പൊടിച്ചെടുത്തതാണ്. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ വാങ്ങിയിട്ട് പൊടിച്ചിട്ടിടേ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പൊടി വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് പൊടി തന്നെ ഇടുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇടുന്നുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കാറ്റാട്ടോ ഇവിടെ, അതുകൊണ്ട് ഗരം മസാലയൊക്കെ പുറത്തേക്ക് പോകണേ. അടുത്തതായിട്ട് നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അരച്ചിട്ടൊന്നുമല്ല ചേർക്കുന്നത്. നമ്മൾ നോർമൽ, അതായത് മല്ലിച്ചപ്പും അതുപോലെ തന്നെ ഈ ഒരു കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കറിവേപ്പിൻ്റെ ഇല വളരെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ചെറുതായിട്ടൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ ചെറുതായിട്ടല്ല കേട്ടോ, കുറച്ചൊക്കെ വലുപ്പമുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഒരു മല്ലിച്ചപ്പും ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗം വേസ്റ്റാണ്, അതുകൊണ്ട് നമുക്ക് ഇത്രയും മതി കേട്ടോ. ഇതന്നെ ആവശ്യം ഉണ്ടാവില്ല, ഇതിന് കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഇതൊക്കെ കൂടി കഴിഞ്ഞാൽ ചിലപ്പം കറക്റ്റായിട്ട് നമുക്ക് തന്നെ കഴിക്കാൻ പറ്റാത്ത കോലത്തിലാവും. അതുകൊണ്ട് നമ്മൾ ഇത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഒഴിവാക്കാം.
അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ആ ഒരു മസാല കൂട്ടിയാൽ വെച്ചെടുക്കുന്ന കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയില്ലേ, അതിലേക്ക് തന്നെ പോകാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ച മല്ലിച്ചെപ്പും അതുപോലെ തന്നെ ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ നന്നായിട്ട് ഒരു 2 ചെറുനാരങ്ങയെങ്കിലും ഇതിലേക്ക് ഇതുപോലെ ചെറുനാരങ്ങ നീരാക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കരുത്, കാരണം പക്ക ലൂസായി പോകും, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതൊന്ന് മസാല ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു മസാല റെഡി ആയി കഴിഞ്ഞു. പക്ഷേ ഇത്രയും മസാല നമുക്ക് പോരാ. നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടി ഒന്ന് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ മസാലയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഇത് നന്നായിട്ട് മാർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിലേക്ക് വെച്ചതിന് ശേഷം ഇത് ഫുള്ളായിട്ട് മസാല പുരട്ടി കൊടുക്കാം. നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തൊക്കെ നന്നായിട്ട് അതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് മസാല എത്തുന്ന രീതിയിൽ പുരട്ടി കൊടുക്കാം കേട്ടോ. ആ ആടിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ മസാലയൊക്കെ തേച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ, ഏകദേശം ഒരു മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഉള്ളിലേക്കൊക്കെ മസാല ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കോളും. അതിന് വേണ്ടിയിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ കോർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മുള എടുക്കുന്നുണ്ട്. കമ്പി എടുത്താലും മതി, മുള എടുത്താലും മതി. മുള എടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഒരു ട്രഡീഷണൽ രീതിയാവുമല്ലോ, അതുകൊണ്ട് നമ്മളൊരു മുള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി വെക്കാം. അതുപോലെ തന്നെ ഇതിന് 2 ഇൻറ്റ് പോലെ വെച്ചിട്ട് അത് വേണം, അതും ഉണ്ടാക്കണം. അപ്പോൾ ടോട്ടൽ 1 2 3 4 5 പീസ് മുള നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു മുള വെട്ടി വെച്ചിട്ടുണ്ട്, നല്ലൊരു അടിപൊളി ഒരു മുള. അത് നമുക്ക് ഈ ഒരു ആടിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാക്ക് ഭാഗത്തൂടെ കൊത്തതിന് ശേഷം ഈ ഒരു കവുത്ത് വരുന്നില്ല, അവിടേക്ക് നമുക്ക് ഇതേപോലെ കൊത്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, അടിപൊളി. ഓക്കെ, ഇവർ ഫ്രണ്ട്സ് ഉണ്ടായി എന്താ സുഖമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ കോത്തോളൂ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ തീ അടിയിലിട്ടതിന് ശേഷം നല്ല ചാർക്കോളൊക്കെ ഇട്ട് നമ്മൾ കരിയൊക്കെ ഇട്ടതിന് ശേഷം കത്തിച്ചിട്ട് ഇതിങ്ങനെ വെക്കാനാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇത് തിരിക്കുന്ന സമയത്ത് ചിലപ്പം ഇങ്ങനെ തിരിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് കമ്പി എടുത്താണ്ട് ഒന്ന് ചുറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ഇതിന് കാലൊക്കെ ഒന്ന് കൂട്ടി കെട്ടണം. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിത് കെട്ടാൻ പോവുകയാണ്. ഇതിൻ്റെ ഈ ഒരു കാലും അതുപോലെ തന്നെ ഈ കയ്യും നമ്മൾ കെട്ടി കൊടുക്കാം. ഇതുപോലത്തെ നല്ല കമ്പി ഉപയോഗിച്ച് കെട്ടി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചത് പച്ചമുളയാണ്, അതുകൊണ്ട് അതേ പറ്റുള്ളൂ കേട്ടോ. പച്ചമുള അല്ലെങ്കിൽ കമ്പി ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കാലും കൂടി ഒന്ന് കെട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ കെട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് കെട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു നമ്മൾ കോത്ത് വെച്ച ഇതുണ്ടല്ലോ, അതായത് ആടുണ്ടല്ലോ, അതിങ്ങനെ ഒരു 2 സ്റ്റിക്കിലായിട്ട് വെക്കണം. അതായത് 4 കമ്പ് എടുത്തിട്ടുണ്ട്, 4 മുളയുടെ ഇതെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഇൻറ്റു ആക്കി വെച്ചതിന് ശേഷം ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നല്ലൊരു മണലൊക്കെ ഉള്ള ഒരു ഏരിയ കേട്ടോ, അതുകൊണ്ട് ഇവിടെ നമുക്ക് അടിച്ച് താഴ്ത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇത് കമ്പി ഇട്ടാണ്ട് ഇതിങ്ങനെ കെട്ടും വേണം. ഇതേപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഹൈറ്റ് മാറ്റുണ്ടാവും. അപ്പോൾ ഓക്കെ, ഇതേപോലെ 2 ഭാഗത്തും 2 ഇൻറ്റു നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇതിലേക്ക് ചാർക്കോൾ, അതായത് കരി നിരത്തണം. അതിനുശേഷം കരി ഒന്ന് ചൂടായി കണലായതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു ആടിനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂർ നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇനി നമുക്ക് കരി നിരത്തുന്ന അതിലേക്ക് നടക്കാം. അതിനുശേഷം കണലാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ചാർക്കോൾ, അതായത് കരിയായിട്ട് ആദ്യം മുന്നതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ അനസ് അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. നോമ്പുതറയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു കറി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കറി, അടിപൊളി ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 കമ്പ് വെച്ചതിന് ശേഷം അങ്ങനെ കറക്റ്റായിട്ട് സെറ്റൊക്കെ ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചാർക്കോൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, അവരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കത്തിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇനി 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഉള്ളൂ കേട്ടോ. 2 മണിക്കൂറെങ്കിലും മാക്സിമം കുക്ക് ചെയ്യണം, എന്നാലേ അവർ കറക്റ്റായ രീതിയിൽ എത്തുള്ളൂ. അപ്പോൾ ഇനിയും ടൈമില്ല, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ കത്തിച്ചതിന് ശേഷം നമ്മൾ ആ ആട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ പോകണം.
A few moments later. അപ്പോൾ ഇന്നത്തെ കാര്യം ഫുള്ള് കോമഡി ആട്ടോ. അതായത് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, കണൽ വരെ കത്തിച്ചു, കുറച്ച് ചകിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കണലൊക്കെ കറക്റ്റ് സെറ്റായി. പക്ഷേ ആ ടൈമിൽ മഴ വന്നു. അതുപോലെ തന്നെ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത്. ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂറുള്ളൂ ഇനി ബാങ്ക് കൊടുക്കാൻ. എന്താവുമെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ ഇതിലൊരു ദാർപ്പായൊക്കെ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ 2 ടീം അവിടെ ഈ ഒരു നമ്മുടെ മസാലയൊക്കെ ആയിട്ട് അത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും ചെറിയൊരു മഴ ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മളൊരു ദാർപ്പായ ഇതിൻ്റെ മുകളിൽ പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അവിടേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ കുറേ ആളുകളുടെ ഒരു പ്രയത്നമായി മാറിക്കാണ്. അതായത് നമ്മൾ 2-3-4-5 ആൾക്കാരെ ഇത് സ്റ്റാർട്ടിങ്ങിലുള്ളായിരുന്നു. അതായത് ബാക്കിയുള്ളവരെ ആ ഒരു നോമ്പ് തുറക്കുന്ന ടൈമിൽ വിളിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ കുറേ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. ഇനി നമ്മൾ മഴ നിൽക്കുകയാണെങ്കിൽ ആവുമെന്നാണ് പ്രതീക്ഷ. മഴ നിന്നിട്ടില്ലെങ്കിൽ എന്താവുമെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ജസ്റ്റ് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടീം വർക്ക് ആയതുകൊണ്ട് വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ്. ഓക്കെ, ബൈ. ഒന്നെങ്കിലും നമ്മുടെ ദാർപ്പായ നല്ല പുതിയൊരു ദാർപ്പായാണ്, അതാണ് കത്തി തീരും. അല്ലെങ്കിൽ നമ്മുടെ ആട് റെഡിയാവും. ഏതായാലും ഇതാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള. ഇവരൊന്നും ഇതുവരെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ സഹായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്തവണ ഒരു വീഡിയോ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിങ്ങനെ ആയിപ്പോയി. ഏതായാലും റെഡി ആവുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഏകദേശം 1 മണിക്കൂർ നമുക്ക് ഇത് കുക്ക് ചെയ്തു. ആൾക്കൊരു അനക്കം കേട്ടോ, ചൂടൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത ചൂടൊക്കെ ഉണ്ട്. അത് മാത്രമല്ല സാബിത്തിന്റെ ഒരു കലാവിരുദ്ധം, അത് ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അഥവാ നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർ സിമ്പിളായിട്ട് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഇവിടെ ഒരു സംഭവമൊക്കെ ഉണ്ട്. സ്റ്റാറിംഗ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നോക്കാം നമ്മള്. അല്ല ഞാൻ വെക്കട്ടെ, ഇത്രയും നേരം ഇത് പിടിച്ചു നിൽക്കായോ 1 മണിക്കൂർ? ഏതായാലും എന്താ അറിയില്ല, ഇത്രയും ആൾക്കാരെ പറഞ്ഞത്. ഏതായാലും മഴയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇനി ടൈമാണ് വിഷയം. 1 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂർ കൊണ്ട് അത് മാക്സിമം നമ്മൾ കത്തിച്ചിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഏതായാലും ഇത് ഏകദേശം ഒരു എന്താ പറയുക, ഒരു അടാറ് വ്ളോഗായി മാറിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ നോക്കാം എന്താവാന്ന്. ഏതായാലും വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതായാലും ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, അതുകൊണ്ട് കുറച്ച് ഓയിലാക്കി കൊടുക്കാം. ഇത് വീഡിയോക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കാനുള്ള ഭാഗത്തെങ്കിലും ആക്കൂട്ടോ. ഓക്കെ, നമ്മൾ ഓയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വന്നിട്ടുണ്ട്, ഒരു 3%. ബാക്കിയും കൂടി നമുക്ക് 90% കൂടി ഉപയോഗിച്ചെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ആട് ഏകദേശം ഒരു 50% മുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ മഴയൊക്കെ പോയിട്ടുണ്ട്. ഏതായാലും ഇനി കുറച്ച് നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഇനിയും 1 മണിക്കൂറുണ്ട്, ഒരു 50 മിനിറ്റോളം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മാക്സിമം കുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് ഔട്ട്റോ പറഞ്ഞതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ ബാങ്ക് കൊടുത്തെങ്കിലേ ടേസ്റ്റ് നോക്കാൻ പറ്റുള്ളൂ. ഏതായാലും നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇടയ്ക്കിടയ്ക്ക് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കുത്തി നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഉള്ളിലേക്ക് വേവ് എത്തിയിട്ടില്ല. അത് വേവത്തിന് കുറച്ച് നേരം കൂടി കഴിയണം. അപ്പോൾ നമ്മൾ കണലൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയും വെളിച്ചുള്ളതുകൊണ്ട് കണൽ കത്തുന്നത് കാണുന്നുണ്ടാവില്ല. ഏതായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ആ ഓയിൽ തേക്കുന്ന സംഭവം കാണിച്ചു തന്നാ എന്താണ് ഇത്? അതായത് ഓയിൽ തേക്കാൻ സാധാരണ നമ്മൾ ബ്രഷാണല്ലോ ഉപയോഗിക്കല്. ജസ്റ്റ് ഒന്ന് കാട്ടിയാ കണ്ടോ, ഇതെന്താ ഫോക്കസ് ആകത്ത്? അതായത് ഒന്നുമില്ല, വായൻ്റെ തണ്ട് അല്ലേ, വായൻ്റെ ഇലൻ്റെ അതാ. ഓക്കെ, അത് ഉപയോഗിച്ചാണ് നമ്മൾ ഓയിലൊക്കെ തേക്കുന്നത്. സംഭവം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നാണ്ട് കുറച്ച് ആൾക്കാർ ഫുഡ് കുക്ക് ചെയ്യണ പോലെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ അനസിൻ്റെ ചിക്കൻ കറി റെഡിയാണ്. ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളി. നോക്കട്ടെ, ഒരു കയ്യിലോട്ട് പൊക്കിയാ നോക്കട്ടെ, കാണാം. അയ്യോ, അപ്പോൾ നമ്മുടെ ആടൊക്കെ മട്ടനൊക്കെ അടിപൊളിയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ആയാൽ മതി കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, നമ്മൾ ഇത്രയും ആൾക്കാരാണ് പരിശ്രമിച്ചുകൊണ്ട് അതാണ് റെഡി ആയി കിട്ടി. പക്ഷേ വീഡിയോയിൽ കുറച്ച് ഒരു നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു എന്തൊക്കെ ആയിരിക്കും. ഏതായാലും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. നമ്മളിതാ വത്തക്കവെള്ളം റെഡി ആയിട്ടോ. ഇത്ര പണിയുള്ളൂ, എല്ലാ കാര്യങ്ങളും സ്പോട്ടിൽ റെഡി ആകുന്നുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. ഈ കുറച്ച് വെള്ളം പറഞ്ഞാൽ പോരാ, പഞ്ചസാര ഐസ് ക്യൂബ് ഇടാം.
അപ്പൊ നമുക്ക് കറണ്ടോ അങ്ങനത്തെ ഒരു സംഭവം വേണ്ടട്ടോ. ഇങ്ങനെ ഒരു എന്താ സംഭവം ഇതെത്താ മണ്ണുണ്ട്. അടിപൊളി വത്തക്ക വെള്ളം റെഡി ആക്കി കൊടുക്കാണ്. അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മതിയോ? നല്ല തണുത്ത വത്തക്ക വെള്ളം. ഇത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇതിന്റെ ഈ ഒരു അടിഭാഗത്ത് കൂടി വന്ന് കഴിഞ്ഞാൽ അത് സെറ്റ് ആയിട്ടോ. അപ്പൊ അതിന് വേണ്ടി നമ്മുടെ സായിക്കിന്റെ പ്രത്യേക ഐഡിയ ആണ്. വെള്ളം വരുന്നത് വത്തക്ക വെള്ളത്തേക്കുള്ള. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. അതായത് നമ്മളൊരു വീഡിയോ ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ആയില്ല. പക്ഷേ ഒരുപാട് കോമഡി രംഗങ്ങളാട്ടോ ഇതിലുണ്ടായത്. അതായത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അതായത് വീഡിയോ ചെയ്യുമ്പോഴല്ല, സാധാരണ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കുറേ രംഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ വീഡിയോ ആയതുകൊണ്ട് എല്ലാം നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിഞ്ഞു. ഇത്രയും ആളുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ് കേട്ടോ, എൻ്റെ ചങ്ക് ഫ്രണ്ട്സ്. അതായത് നമ്മുടെ നാട്ടിലുള്ള നമ്മളൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഫ്രണ്ട്സാണിത്. അപ്പോൾ ഇവരൊക്കെ അവിടെ കൂടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ലെവലിലായിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറും ഇല്ല, ഒരു 20 മിനിറ്റുള്ളൂ ബാങ്ക് കൊടുക്കാം. അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും സെറ്റാവും. എങ്ങനെയായാലും ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആട് നോക്കട്ടെ. അപ്പോൾ ഓക്കെ, നമ്മുടെ ആടൊക്കെ സെറ്റായിട്ട് അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അവിടേക്ക് കൊണ്ടോ. നമ്മൾ വായൻ്റെ ഇലയൊക്കെ വെച്ചു, അതുപോലെ തന്നെ ഒരു ദാർപ്പായൊക്കെ വെച്ച്. അശ്രോ ഉഷാറല്ലേ? സെറ്റ്. എനിക്കൊരു കാരക്കാട്ടിയാ. അപ്പോൾ നമ്മൾ ഇതുപോലെ കാരക്കയിൽ നോമ്പ് തുറക്കും. അതിനുശേഷം നമ്മുടെ ആടും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ കാരക്ക ഉപയോഗിച്ചിട്ട് നോമ്പ് തുറക്കണം. അതുപോലെ തന്നെ നമുക്ക് വത്തക്ക ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാങ്ങി കൊടുത്തോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ അത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ ആടിനെ വാങ്ങാൻ പോയ ആദ്യം അതുപോലെ തന്നെ അനസുണ്ട്. ഞങ്ങൾ രണ്ടാളും പറയാം ആദ്യം. അവിടെ ഓക്കെ. ഓ അടിപൊളി. എങ്ങനെയുണ്ട്? അടിപൊളി. അവർക്കും പിന്നെ പറയാനുള്ള ടൈമില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് രസകരമായിട്ടുള്ള ഒരു അനുഭവമായി മാറിയെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു. ബാക്കിൽ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ സെറ്റായി. ഏകദേശം കറക്റ്റായിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന ആ ടൈമിൽ തന്നെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമാണ്. ഞാനും കഴിച്ചു, അതിനുശേഷം വെള്ളം കുടിച്ചു. അതുപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ആടിൻ്റെ ജസ്റ്റ് ഒരു പീസ് എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി മസാല തന്നെയാണ്. നമ്മൾ ഏകദേശം 2 മണിക്കൂർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ കുക്കായി കിട്ടും. കുറച്ചുകൂടി ഇപ്പോൾ ഏകദേശം നമ്മൾ നന്നായിട്ട് കത്തിച്ചുകൊണ്ടാണ് കുക്ക് ചെയ്തത്. അതായത് ഒരു 3 മണിക്കൂറിൻ്റെ ടൈം വേണം. പക്ഷേ നമ്മൾ 2.5 മണിക്കൂറൊക്കെ വേണം. പക്ഷേ 2 മണിക്കൂർ നമ്മൾ അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വത്തക്ക വെള്ളം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. അവന് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതുപോലൊക്കെ നിങ്ങളും നോമ്പുതുറയൊക്കെ ഉണ്ടാക്കണം. അതായത് ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് നോമ്പുതുറയൊക്കെ ഉണ്ടാക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ. ഒരു നമ്മളുമായിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് ആ കാര്യങ്ങളൊക്കെ ഒരുപാട് വളർത്താനൊക്കെ പറ്റിയ സംഭവമാണ്. അപ്പോൾ ഇത് സാധാരണ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നതാണ്. എല്ലാ പ്രാവശ്യം നമ്മൾ ഇതുപോലെ കൂടുന്നതാണ്. ഇത്തവണ നമ്മൾ ഈ ഒരു കാര്യമൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് നമുക്ക് നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു. നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ജസ്റ്റ് നിങ്ങളിലേക്ക് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏരിയ തന്നെ കേട്ടോ. അടിപൊളി സൈറ്റാണ്. ഇപ്പോൾ ഇത്രയും നേരം ഏകദേശം ബാങ്ക് കൊടുത്തു. പിന്നീട് ബാങ്ക് കൊടുത്തതിന് ശേഷം 15 മിനിറ്റ് ആയി. എന്നിട്ടും ഇവിടെ ലൈറ്റ് ഇങ്ങനെ പോയി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്നായിട്ട് ഔട്ട്രോ പറയുന്നത്. അവന് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.